ഇന്നതേ നമുക്ക് വലിയ കാട്ട കക്കയാണ് കേട്ടോ കിട്ടിയേക്കുന്നത്. നമുക്ക് അതിനങ്ങോട്ട് വറുത്തടിക്കാട്ടോ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടേ. ചെറുതിൻ്റെ അഴുക്ക് ഞാൻ കളയാറില്ല കേട്ടോ, വലുതിൻ്റെ മാത്രം ഇങ്ങനെ നെക്കിയിട്ട് ചാടിച്ചങ്ങോട്ട് കളയും. പക്ഷേ കുറേ പേര് വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ അഴുക്ക് കളയേണ്ട ആവശ്യമില്ല, അത് അഴുക്കല്ല അതിൻ്റെ കാൽസ്യം ആണെന്ന്. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കിപ്പോഴും ഒരു പിടുത്തമില്ല കേട്ടോ. കക്ക പലതരത്തിൽ വറുക്കാം, എനിക്ക് തോന്നുന്ന പോലെയൊക്കെ ഞാൻ അങ്ങോട്ട് വറുക്കും കേട്ടോ. ഇപ്പോൾ ഇന്ന് ഞാൻ കക്ക ഒന്ന് വേവിച്ചിട്ടാണ് വറുക്കാൻ വേണ്ടി പോണത്. മറ്റേത് ഞാൻ ചിലപ്പോൾ മസാലയും സവോളയും എല്ലാം കൂടെ തിരുമ്മി പുരട്ടിയിട്ട് വറുക്കാനിടും. ഇന്ന് കക്കനെ ഞാൻ കഴുകിയിട്ട് അടപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും നിറയെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ ആവുന്ന നേരം കൊണ്ട് പടവലങ്ങയും പരിപ്പും കൂടെ ഞാൻ തേങ്ങയരപ്പൊക്കെ ഇട്ട് അത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തോട്ട് നമുക്കിനി കടുക് വറുത്തിടാം. അപ്പോൾ അതവിടെ ഇരുന്നുകൊണ്ട് ആവുന്നുണ്ട്. കക്കയുടെ ആ വെള്ളമൊക്കെ വറ്റി കഴിയില്ലേ, അപ്പോൾ അതിൻ്റെ തൊട്ട് നമുക്ക് മുളക് പൊടിയും കുരുമുളക് പൊടി, അതാണ് ഇതിൻ്റെ മെയിൻ. കുരുമുളക് പൊടിയും പിന്നെ ഇച്ചിരി ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതേപോലെ വറുത്തെടുക്കാം. ഞാൻ ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആക്കണില്ല കേട്ടോ. അങ്ങനെ ആക്കി വരുമ്പോഴത്തേക്ക് പല്ല് കിടക്കും ചവച്ച്. ഇതാകുമ്പോഴത്തേക്കും കുഴപ്പമില്ല. എന്നിട്ട് ഇനി അവസാനം നല്ല കുരുമുളക് പൊടി എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് നമ്മുടെ വീട്ടിൽ പൊടിച്ച കുരുമുളക് പൊടി ഇല്ലേ, അതാകുമ്പോൾ നല്ല എരിവുണ്ടാവും. മറ്റേത് കുമ്മായപ്പൊടി പോലെ ഇരിക്കും നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടെങ്കിലേ. അതും കൂടെ അങ്ങോട്ട് ലാസ്റ്റ് തൂവി ഒന്ന് ഇളക്കി കൂട്ടിയെടുക്കുമ്പോൾ നമ്മുടെ കക്ക വറുത്തത് റെഡി. പിന്നെ കൂട്ടത്തിൽ ഇതേ ഒഴിച്ച് കൂട്ടാൻ പടവലങ്ങ പരിപ്പിട്ട് തേങ്ങ അരച്ചതാണ് കേട്ടോ. ആഹാ, ചൂട് ചോറും കൂട്ടി കുഴച്ചിട്ടൊരു പിടി പിടിക്കണം. എന്നിട്ട് ഒരൊറ്റ ഉറക്കം ഉറങ്ങിയാൽ മതി. അപ്പോൾ അത്രയുള്ളൂ. ടാറ്റാ.